രാഘവേന്ദ്രൻ സാർ, നമ്മൾ ഈ കഥയെ മമ്മ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇടവേള വരുന്നുണ്ടല്ലേ? അത് നല്ലതാണ്. നല്ലതാണ്. പിന്നെ നമ്മൾ ഈ വെറുതെ പാർട്ട് സബ്ജക്റ്റുകൾ എടുത്തിട്ട് കാര്യമില്ല, ആളുകൾക്ക് ഗുണകരമായ വിഷയങ്ങൾ എടുക്കുക. ഇത്തവണ രമണ മഹർഷിയെക്കുറിച്ച് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ രമണ മഹർഷിയെക്കുറിച്ച് പറയുമ്പോൾ ഈ നമ്മൾ ഒരുപാട് ഗീത ഭാഷ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ഋഭുഗീത അതിൻ്റെ ഒരു പ്രയോക്താവോ ഒക്കെ ആയിരുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് ഈ ഭഗവത്ഗീതയും ഋഭുഗീതയും തമ്മിലുള്ള വ്യത്യാസം? അദ്ദേഹത്തിൻ്റെ ഈ ആശ്രമത്തിൽ നിന്നൊരിക്കൽ ഇവിടുന്ന് തന്നെത്താനെ കാർ ഓടിച്ചു പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം തോന്നി പോവാം. അപ്പോൾ പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ രഘുനാഥൻ പറളി നിരൂപകൻ അദ്ദേഹത്തിനെ വിളിച്ചു. ഞാൻ ഇപ്പോൾ പാലക്കാട് എത്തി, അങ്ങോട്ട് പോവാണ്, വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പോയി. പോകുന്ന വഴിക്ക് മറ്റേ വിജയകുമാർ കുനിശ്ശേരി മാതൃഭൂമിയുടെ കോയമ്പത്തൂർ ലേഖകനെ എന്തോ കാര്യത്തിന് വിളിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ മുഴുവൻ വാങ്ങിച്ച് കാറിൻ്റെ ഡിക്കിയിലിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം ഈ സംസാരിക്കുമ്പോഴൊക്കെ ആളുകളത് എഴുതിയെടുക്കുമായിരുന്നല്ലോ, ഒരു വിശുദ്ധൻ സംസാരിക്കുന്നു എന്നുള്ള നിലയ്ക്ക്. അല്ലാതെ ഒരുപാട് എഴുതുന്ന ആളല്ലായിരുന്നു. പലപ്പോഴും ആളുകൾ ചെന്ന് ചോദിക്കുമ്പോൾ പല കാര്യങ്ങളും പറയുന്നു, ഒക്കെ എഴുതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7 ഭാഗങ്ങൾ ഓഷ്യൻ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും ഞാൻ വായിച്ചിട്ടുണ്ട് മുഴുവൻ. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഋഭുഗീതയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കൈവല്യ നവനീതം വേറൊന്ന്, കൈവല്യ നവനീതം നമ്മൾ 2-3 എപ്പിസോഡിലായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതെ, ഒക്കെ വല്ലാത്ത പുസ്തകങ്ങളാണ്. ഒക്കെ മലയാളത്തിൽ ലഭ്യമാണോ? അല്ല, തമിഴിലുണ്ടത്. അപ്പോൾ ഒടുവിലൊഴുക്കം എന്ന് പറഞ്ഞൊരു തമിഴ് പുസ്തകം മലയാളത്തിലുണ്ട്, പരിഭാഷ. രമണ മഹർഷിയുടെ അല്ല, പിന്നെ അത് മറ്റേ ശൈവ സിദ്ധൻ ഒരാൾ എഴുതിയതാണ്. അത് ചട്ടമ്പി സ്വാമികൾ കുറച്ച് പരിഭാഷ ചെയ്തിട്ടുണ്ട്, കാരണം തമിഴ് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് 2-3 പേര് ചെയ്തിട്ടുണ്ട് അത് പരിഭാഷ. അത് ഒരു വേദാന്തം ശരിക്ക് സത്യയാക്കി വെച്ചിരിക്കുന്ന പുസ്തകമാണത് തമിഴിൽ. അതുപോലെ സന്ത് ജ്ഞാനേശ്വരൻ്റെ ഒരു 100 പേജേ വരുള്ളൂ, അമൃതാനുഭവ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഒന്നാം തരം പുസ്തകമാണ്. അദ്വൈതത്തിന് ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ പുസ്തകമാണ് അമൃതാനുഭവം എന്ന് പറഞ്ഞു. അതും ഇംഗ്ലീഷിലാണ് വായിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം, അറിയില്ല, ഞാൻ മലയാളത്തിൽ വായിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിൽ ആ 8 ഭാഗം രമണ മഹർഷി പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഋഭുഗീതയെ പറ്റി മിക്കവാറും സംഭാഷണങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാനൊരിക്കൽ പോയി ഋഭുഗീത അവിടെ ആശ്രമത്തിലുണ്ട്, ഇംഗ്ലീഷ് പരിഭാഷ. തമിഴിലും ഒക്കെ കാണും, നമുക്ക് വായിച്ചാൽ മലയാളത്തിലില്ലാത്തതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ആണ് കൊണ്ടുവന്നത്. അത് ഞാൻ വായിച്ചു. അതിൻ്റെ അകത്ത് സംസ്കൃതം മൂലമുണ്ട്, ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്. സംസ്കൃതം മൂലം ഇംഗ്ലീഷ് പരിഭാഷ, ഇങ്ങനെ ഓരോ ശ്ലോകങ്ങൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗീതകളിൽ പലതരം ഗീതകളുണ്ടല്ലോ, അഷ്ടാവക്ര ഗീത, വ്യാധഗീത, ഭഗവത്ഗീത മാത്രമല്ലല്ലോ ഉള്ളത്. അങ്ങനെ ഗീതകളിലെ ഏറ്റവും ബൃഹത്വം ഏറ്റവും അഗാധവുമാണ് ഋഭുഗീത. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് വേദാന്തം മാത്രമേ ഉള്ളൂ. മറ്റേ ഭഗവത്ഗീതയിൽ അത് മാത്രമല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. ചാതുർവർണ്ണ്യം മയാസഷ്ടം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ കാണുമല്ലോ. അന്നത്തെ ഏറ്റവും വലിയ എഴുത്തുകാരൻ ഞാനാണെന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്, ഏതോ ഒരു എഴുത്തുകാരൻ്റെ പേര് പറഞ്ഞിട്ട്. അത്തരം ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും അറിയപ്പെടാത്ത ചില ഭാഗങ്ങളിൽ ഇങ്ങനത്തെ ചില ശ്ലോകങ്ങളും ഉണ്ട്. അത് പിന്നീട് കൂട്ടിച്ചേർത്താണോ എന്നൊക്കെ നമുക്ക് സംശയം വരുന്നതും. ഇതിൽ പക്ഷേ വേദാന്തം മാത്രമേ ഉള്ളൂ. 50 അധ്യായങ്ങൾ, 2000 ശ്ലോകങ്ങൾ. ഭഗവത്ഗീത 18 അധ്യായം, 800 ശ്ലോകം. അപ്പം അതിൻ്റെയൊക്കെ ഇരട്ടിയിലും കൂടുതലാണ് ഈ ഋഭുഗീത. 12 ഭാഗങ്ങളുള്ള ശ്രീ ശിവരഹസ്യം 12 ഭാഗം. അതിൻ്റെ 6ാം ഭാഗമാണ് ഋഭുഗീത. അപ്പോൾ ആ ഒറിജിനൽ തന്നെ എത്ര വരും? ശ്രീ ശിവരഹസ്യം 1,00,000 ശ്ലോകങ്ങളുള്ളതാണ് ശ്രീ ശിവരഹസ്യ പുരാണം. 1,00,000 ശൈവ പുരാണം ആണത്. ഋഭു മഹർഷി, ഋഭുഗീതയെ പറ്റി മാത്രം ഇനി പറയാം. ഋഭു മഹർഷി ശിഷ്യനായ
നിധാഘ മുനിക്ക് നൽകിയ ആത്മീയ ജ്ഞാനമാണ് ഈ ഗീത. ഋഭുവിന് ഇത് പരമശിവനിൽ നിന്ന് കിട്ടിയതാണെന്നാണ് വിശ്വാസം. അത് ഭഗവാൻ കൃഷ്ണൻ ഓതിയ ഗീതയല്ല ഇത്. അല്ല, ശിവൻ. ഗീത എന്നുള്ള വാക്കേ ഉള്ളൂ, ഭഗവത്ഗീതയായിട്ട് ബന്ധമില്ല, ഒരു ബന്ധവും ഇതിനില്ല. അല്ല, ആളുകൾക്കൊരു സംശയം ഉണ്ടാകും. നമ്മൾ ഈ വേദാന്ത സാരമല്ല. അതെ, രാമായണം എന്ന് പറയുമ്പോൾ വാൽമീകി രാമായണം, കമ്പരാമായണം, ഇതെല്ലാം കഥാപാത്രങ്ങൾ ശ്രീരാമചന്ദ്രനും ഒക്കെയാണ്. അതിൻ്റെ മൂലം ഒന്നാണെന്ന് പറയാം, അല്ലെങ്കിൽ കോണ്ടന്റ് ഒന്നാണ്. പക്ഷെ ഇതല്ല, ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മറ്റത് മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ യുദ്ധഭൂമിയിൽ തളർന്നിരുന്നു പോയ അർജുനനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ല വീണ്ടും വീര്യത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഭഗവാൻ പറയുന്നതാണല്ലോ ഭഗവത്ഗീത. അതല്ല ഈ ഭൃഗുഗീത എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് സത്യത്തിൽ നമുക്ക് വേദാന്തത്തിനെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അതാണ് ഋഭുഗീത വായിച്ചിട്ട് കാര്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ, ഞാൻ അഗാധം എന്ന് പറഞ്ഞത് മലയാളത്തിൽ കട്ടി എന്ന് പറയില്ലേ? അതെ അതെ അതെ, അതാണ്. അതായത് തുടക്കക്കാർക്ക് പറ്റിയതല്ല, ഒട്ടുമല്ല. അപ്പോൾ പുലസ്ത്യ വേദാന്ത സാഗരത്തിന്റെ വഴിയേ എങ്കിലും ഒന്ന് പോയിരിക്കണം, കുറച്ച് സഞ്ചരിച്ചിരിക്കണം. പുലസ്ത്യ മഹർഷിയുടെ പുത്രനായ നിധകൻ ദേവിക നദീതീരത്ത് വിരാഗ നഗരത്തിൽ പാർക്കുമ്പോൾ ഋഭു നൽകിയതാണ് ഈ ആത്മജ്ഞാനം. അതാണ് ഈ ഗീത. വിരാനഗരത്തിൽ പാർക്കുമ്പോൾ ഋഭു നൽകിയത് ദേവിക നദീതീരം. ഇത് സരസ്വതി നദി പോലെയൊക്കെ ഇല്ലാതായ ഒരു നദിയാകാനേ വഴിയുള്ളൂ. ഈ രണ്ടുപേരെയും ചില ഉപനിഷത്തുകൾ പരാമർശിക്കുന്നുണ്ട്. ഈ ഋഭു മഹർഷി, നിധാകൻ, ഇവരെയൊക്കെ പരാമർശിക്കുന്നുണ്ട്. കൃഷ്ണ യജുർവേദത്തിലെ തേജോബിന്ദു ഉപനിഷത്ത്, വരാഹോപനിഷത്ത്, അഥർവവേദത്തിലെ നാരദ പരിവ്രാജകോപനിഷത്ത്, അന്നപൂർണോപനിഷത്ത്, സാമവേദത്തിലെ മഹോപനിഷത്ത്. 108 ഉപനിഷത്തുകളുണ്ടല്ലോ, 10 പ്രധാനപ്പെട്ടത്. ആ 108 ഇതൊക്കെ വരും. ഈ ചെറിയ അഗാധമായ ഈ ഗീതയ്ക്ക് വലിയ പ്രചാരമൊന്നുമില്ല. ഋഭുഗീത കേരളത്തിൽ ഇതിന് അങ്ങനെ കേട്ടിട്ട് പോലും ഉണ്ടോ? വിരലിലെണ്ണാവുന്നവരൊക്കെ കേട്ടിരിക്കാൻ വഴിയുള്ളൂ. അതുകൊണ്ട് ഇത് അച്ചടിയിൽ, ഇത് ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ അച്ചടിയിൽ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. രമണ മഹർഷിക്ക് ഇത് പരിചിതമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ ചെല്ലുമായിരുന്ന ഭിക്ഷു ശാസ്ത്രികൾ ഉലകനാഥ സ്വാമി എന്നുള്ള പേരിൽ ഇത് തമിഴിൽ പരിഭാഷ ചെയ്തിരുന്നു. അതാണ് രമണ മഹർഷി വായിച്ചുകൊണ്ടിരുന്നത് തമിഴിൽ. ഈ 1885 മുതൽ കോവിലൂർ മഠം പുറത്തിറക്കിയിരുന്നു ഈ തമിഴ് പരിഭാഷ. 1898 മഹർഷിക്ക് നാഗലിംഗ സ്വാമി ഗ്രന്ഥശാല, അവിടെയുള്ള ലൈബ്രറി, നാഗലിംഗ സ്വാമി ഗ്രന്ഥശാലയിൽ നിന്ന് പളനിസ്വാമി ശിഷ്യൻ എടുത്തു കൊടുത്തതാണ്. പളനിസ്വാമിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പളനിസ്വാമിയാണ് കൊണ്ടുപോയി കൊടുത്തത്. അദ്ദേഹം ആവശ്യപ്പെട്ടു, ഇതെവിടെയെങ്കിലും കിട്ടാണ്ടോ എന്ന് നോക്കൂ. അങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടു കൊടുത്തു. അന്ന് തിരുവണ്ണാമലയിൽ ഗുരുമൂർത്തം, അദ്ദേഹം പല സ്ഥലത്ത് തപസ് ചെയ്തിരുന്നല്ലോ. അന്ന് ഗുരുമൂർത്തത്തിൽ മാന്തോപ്പിലാണ് മഹർഷി കഴിഞ്ഞിരുന്നത്. മഹർഷിക്ക് അന്ന് 18 വയസ്സ്. അതിന് 2 കൊല്ലം മുമ്പ് ഈ 16 വയസ്സിൽ മധുരയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടല്ലോ. ആ സമയത്ത് എന്തൊക്കെയാണോ ഈ കടൽ പോലെ ഈ തിരയടിച്ചിരുന്നത് ഉള്ളിൽ, അതൊക്കെ ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് മഹർഷി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ. ഇപ്പോൾ നമ്മൾ ഭിക്ഷുശാസ്ത്രി തമിഴിലേക്ക് പരിഭാഷ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ആ ഭിക്ഷുശാസ്ത്രിയെ പറ്റിയൊരു കഥയുണ്ട്. ഈ ഋഭുഗീതയുടെ സത്ത ഒന്നുമില്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്ത. ബാക്കിയെല്ലാം മുയൽക്കൊമ്പ് പോലെയും വന്ധ്യയുടെ പുത്രനെ പോലെയും ആകാശകുസുമത്തെ പോലെയും ആണ് എന്ന് പറഞ്ഞാൽ, അതൊന്നും നിലനിൽക്കുന്നില്ലല്ലോ. മുയലിന് കൊമ്പ്, ആകാശകുസുമോ ഇല്ല, വന്ധ്യയ്ക്ക് പുത്രൻ എന്ന് പറയുന്നതൊക്കെ. ഇത് ഈ വേദാന്ത പുസ്തകങ്ങളിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ഉപമയാണ് കേട്ടോ. അത് വന്ധ്യയുടെ പുത്രനെ പോലെയാണ് ആകാശകുസുമം, ഇതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതിന്. അപ്പോൾ അങ്ങേര് അതിൽ വല്ലാതെ മുങ്ങി അതങ്ങ് വിശ്വസിച്ചു പോയി. ചില സമയത്ത് ഇതിൽ നിന്ന് മാറി ഒരു ഭൗതിക ജീവിതത്തിലേക്കും വരണമല്ലോ ഭിക്ഷുശാസ്ത്രി. പക്ഷെ അതങ്ങനെ ഒന്നുമില്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ളത് മുഴുവനായിട്ട് അങ്ങെടുത്തു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു.
അന്ധനായി. ഒന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ ശരിക്കുള്ള വിവക്ഷ ഈശ്വരന് നിർഗുണ സ്വരൂപമാണ് എന്നുള്ളതാണ്. ഈശ്വരനെ അങ്ങനെ കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള ആളല്ല, നിർഗുണ സ്വരൂപമാണ് എന്നാണ്. അതേസമയം സഗുണ സ്വരൂപമില്ല എന്നർത്ഥം അതിനില്ല. നിർഗുണ സ്വരൂപനാണെന്നൊരു വാചകമുണ്ട്, പക്ഷെ നമ്മളത് തിരിച്ചെടുക്കരുത്. സഗുണ സ്വരൂപൻ അല്ല എന്നും എടുക്കരുത്. പക്ഷെ ഇങ്ങനെ സഗുണ സ്വരൂപൻ അല്ല, നിർഗുണ സ്വരൂപൻ മാത്രമാണ് എന്ന് ധരിച്ചു ഇതിൽ നിന്ന്. അത് അങ്ങനെ നിരാകരിച്ചതിന് കിട്ടിയ ശിക്ഷയാണ് ആ അന്ധത എന്ന് ഒരു തിരിച്ചറിവുണ്ടായി. അങ്ങനെ തിരിച്ചറിവുണ്ടായിട്ട് ഋഭുഗീത പരിഭാഷ. ഋഭുഗീത ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായിരിക്കും? അതൊരു 15-ാം നൂറ്റാണ്ട് ആയിരിക്കും. ആ സമയത്തൊക്കെ ആണ് കൂടുതലും വേദാന്ത സംഗതി, കൈവല്യ നവനീതമൊക്കെ വരുന്നത്. അപ്പോൾ ഋഭുഗീത തമിഴിലേക്ക് പരിഭാഷ ചെയ്യുമ്പോൾ ഓരോ അധ്യായത്തിൻ്റെ അവസാനം ഈ ബിഷുശാസ്ത്രി നടരാജനെ സ്തുതിച്ചിട്ട് ഓരോ ശ്ലോകം സ്വന്തമായിട്ട് എഴുതി ചേർത്തു. നടരാജസ്തുതി ഓരോ അധ്യായത്തിൻ്റെ അവസാനം സ്വന്തമായിട്ട്, ഒറിജിനലിലുള്ളതല്ല. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടി. ഇതിനെ സംബന്ധിച്ച് രമണാശ്രമത്തിലൊക്കെ പറയുന്ന ഒരു കഥയാണത്. ശ്രീ ശിവരഹസ്യത്തിൻ്റെ ഈ മൊത്തം 12 ഭാഗങ്ങളിലുള്ള ശ്രീ ശിവരഹസ്യം ഉണ്ടല്ലോ, 1,00,000 ശ്ലോകം, അതിൻ്റെ സംസ്കൃത കൈയെഴുത്ത് പ്രതി തഞ്ചാവൂരിൽ ലളിതമഹൽ എന്ന് പറഞ്ഞ കൈയെഴുത്ത് ഗ്രന്ഥശാലയിൽ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു സംസ്കൃതം. അതിൽ നിന്നുള്ള ഋഭുഗീത 1994 ഡോക്ടർ എച്ച് രാമമൂർത്തി പരിഭാഷ ചെയ്ത് അമേരിക്കയിലെ സൊസൈറ്റി ഓഫ് അബൈഡൻസ് ഇൻ ട്രൂത്ത് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ അത് ഇംഗ്ലീഷിൽ വന്നു. തമിഴ് പരിഭാഷയിൽ നിന്ന് 122 ശ്ലോകങ്ങൾ NR കൃഷ്ണമൂർത്തി 84 പരിഭാഷ ചെയ്തിരുന്നു. കാഞ്ചി കാമകോടി പീഠത്തിലെ പ്രധാനപ്പെട്ട പെരിയവ എന്ന് പറയുന്ന ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ഉണ്ടല്ലോ, ജയേന്ദ്ര സരസ്വതിക്ക് മുമ്പ് 100 വയസ്സ് വരെ ജീവിച്ച അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു അത്. ഗീതകൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പലതുണ്ട്. മഹാഭാരതത്തിൽ ഭീഷ്മപർവത്തിൽ ഭഗവത്ഗീത സാന്ദർഭിക സംവാദമാണത്. ഭാരതത്തിൽ തന്നെയാണ് വ്യാധഗീത, വേടൻ ഉപദേശിക്കുന്നതാണ്. വ്യാധൻ എന്ന് പറഞ്ഞാൽ വേടൻ, വേട്ടക്കാരൻ. അത് നല്ല ഗീതയാണ്, ഒരുപക്ഷെ ഭഗവത്ഗീതയേക്കാൾ ഗംഭീരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭാരതത്തിൽ തന്നെയാണ് വ്യാധഗീതയും കൃഷ്ണൻ തന്നെ ഉപദേശിക്കുന്ന അനുഗീതയും. സ്കന്ദപുരാണത്തിൽ ഗുരുഗീത. അനുഗീത മലയാളത്തിൽ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. രാമകൃഷ്ണ മിഷൻ സ്റ്റോളുകളിലൊക്കെ ഉണ്ട്. സ്കന്ദപുരാണത്തിൽ ഗുരുഗീത, ഗണേശ പുരാണത്തിൽ ഗണേശഗീത, ഭാഗവതത്തിൽ ഉദ്ധവഗീത, അത് നല്ല സംഭവമാണത്. ദത്താത്രേയൻ്റെ അവധൂതഗീത, പിന്നെ അഷ്ടാവക്ര ഗീത, ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന രാമഗീത, അഷ്ടാവക്രൻ ജനകന് നൽകുന്ന അഷ്ടാവക്ര ഗീതയാണ് ആഴത്തിൽ ഋഭുഗീതയ്ക്ക് അടുത്ത് വരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. ഡോക്ടർ ലിംഗേശ്വര റാവു, ഡോക്ടർ അനിൽ ശർമ്മ എന്നിവർ പരിഭാഷ ചെയ്ത് 2009 പ്രസിദ്ധീകരിച്ച സമ്പൂർണ്ണ മൂലം സംസ്കൃതത്തിലുള്ള ഋഭുഗീതയാണ് എൻ്റെ കയ്യിലുള്ളത്, ഞാൻ വായിച്ചിട്ടുള്ളത്. സച്ചിദാനന്ദം സാക്ഷാത്കരിക്കുന്നത് എങ്ങനെ, ജീവൻ മുക്തനും ദേഹമുക്തനും ആകുന്നത് എങ്ങനെ തുടങ്ങി സമാധി, സഹജസമാധി, മുക്തി, ഇതിൻ്റെയൊക്കെ സാക്ഷാത്കാരം എങ്ങനെ എന്നതിൽ വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ബ്രാഹ്മിൻ ഹെഗമണി നടക്കിടയ്ക്ക് ചിലർ ഹെഗമണി എന്നാണ് പ്രൊനൗൺസിയേഷൻ. അല്ല, അതെ, ഹെജിമണി മലയാളികൾക്ക് അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. അതെ, വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലും ഒരു സവർണ കാര്യം ഈ അയോധ്യയിലെ രാമക്ഷേത്രം വരുമ്പോഴേക്ക് ഇത് ബ്രാഹ്മിൻ ഹെഗമണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ബ്രാഹ്മിൻ എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ക്രിമിനടിയാ. അപ്പോൾ ഋഭുഗീതയിൽ നിന്ന് 1-2 ശ്ലോകം അതിൻ്റെ അർത്ഥവും പറയാം. ശരി. പ്രധാനി മിഥ്യ, ഭുവനാനി മിഥ്യ, ഭാവാദി മിഥ്യ, ഭവനാനി മിഥ്യ, ഭയം ച മിഥ്യ, ഭരണാദി മിഥ്യ, ഭയം ഭുക്തം ച മിഥ്യ, ബഹുബന്ധ മിഥ്യ. വ്രതങ്ങൾ, ലോകം, ഭാവങ്ങൾ, മന്ദിരങ്ങൾ, ഭയം, തുണകൾ ഒക്കെ മിഥ്യ.
നമുക്കൊരു ഉണ്ടെന്ന് തുണയുണ്ടെന്ന് തോന്നലാണ്. കരുതുന്നത് വെറുതെയാണ്, വെറുതെയാണ്. ആവശ്യം വരുമ്പോൾ ആരും കാണൂല. അതെ, അനുഭവം മിഥ്യ, ബന്ധം മിഥ്യ. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകം: സർവവർണ്ണ സർവജാതി സർവക്ഷേത്രം ച തീർത്ഥകം സർവവേദം സർവശാസ്ത്രം സർവം ശശ വിഷാണവത്. എല്ലാ ജാതിയും സമുദായവും ക്ഷേത്രവും തീർത്ഥങ്ങളും വേദങ്ങളും ശാസ്ത്രങ്ങളും മുയൽ കൊമ്പ് പോലെ. അതും വിദ്യ ഇല്ലല്ലോ. വർണ്ണാശ്രമ വിഭാഗശ്ച ഭ്രാന്തിരിവ ന സംശയ ബ്രഹ്മ വിഷ്ണുവീശ രുദ്രാണാം ഉപാസ ഭ്രാന്തിരേവ. വർണ്ണാശ്രമ ജീവിതക്രമങ്ങൾ വിഭ്രാന്തി, ചാതുർവർണ്ണയത്തിന് തള്ളിക്കളയുന്നു. വർണ്ണാശ്രമ ജീവിതക്രമങ്ങൾ വിഭ്രാന്തി. ബ്രഹ്മാവ്, വിഷ്ണു, ഈശൻ, രുദ്രൻ എന്നിവയുടെ ഉപാസനയും വിഭ്രാന്തി. അല്ലേ, ചാതുർവർണ്ണയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഭഗവാൻ ഗീതയെ പറഞ്ഞത് ചതുർവർണ്ണയം മയാ സൃഷ്ടം, ഞാൻ ഉണ്ടാക്കിയതാണ്, പക്ഷേ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകൾ ആ വരി കളഞ്ഞു. ഗുണകർമ്മ ചാതുർവർണ്ണയം, ഭഗവാൻ വരെ ജാതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാണ് ഇവിടെ ഈ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്. ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ബ്രാഹ്മണൻ്റെ മകൻ പട്ടാളത്തിൽ ചേർന്നാൽ അവൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ മകൻ കച്ചവടം നടത്തിയാൽ അവൻ വൈശ്യനാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്. പിന്നെ ആദ്യകാലത്ത് ബ്രാഹ്മണൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഡിഗ്രിയൊക്കെ ചെയ്തിട്ട് ഒരു മറ്റേ ചടങ്ങിൽ വെച്ചിട്ടേ കറുത്ത തൊപ്പി, ഈ പരിപാടിയാണ്. പണ്ട് ആർക്കും പോയി വേദം പഠിക്കാം. വേദം പഠനം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന അതാണ് പൂണൂൽ എന്ന് പറയുന്നത്. ആർക്കും ആകാമായിരുന്നു. പിന്നീട് അത് ചിലർ കുത്തകയായിട്ടുണ്ടാവും. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകളുടെ കാര്യം പറഞ്ഞില്ലേ, DD കോസംബി ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കോസംബി വലിയ മാർക്സിസ്റ്റ് ചരിത്രകാരനാണ്. രാജൻ ഗുരുക്കളെക്കാളൊക്കെ വലിയ ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ചാതുർവർണ്ണ സമ്പ്രദായം ഒരു സെൽഫ് സസ്റ്റൈൻഡ് സൊസൈറ്റി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണയ്ക്കുന്ന ഒരു സമൂഹം. നമ്മുടെ നാട്ടിൽ പറവൂർ ശ്രീധരൻ തന്ത്രികൾ ഈഴവ സമുദായത്തിൽ ജനിച്ച് ബ്രാഹ്മണനായി ജീവിച്ച ആളാണ്. അദ്ദേഹത്തെക്കാൾ വലിയൊരു ബ്രാഹ്മണൻ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നു. ഒരു ഘട്ടത്തിൽ ദേവശാസ്ത്രത്തിൽ അദ്ദേഹത്തെ പോലെ അത്രയും ഹൈറ്റ്സിലെത്തിയ ഒരാൾ സമീപകാലത്തുണ്ടായിട്ടില്ല. അത് മാധവ്ജി RSSന്റെ ഇവിടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വലിയ യാഗം നടത്തുമ്പോൾ അതിൻ്റെ യജമാനായിട്ട് കൊണ്ടുവന്നത് പറവൂർ ശ്രീധരൻ. അതാണ് ഈഴവനായി ജനിച്ച് ബ്രാഹ്മണനായി പാരമ്പര്യം. അതാണ്. അപ്പോൾ അത് നമ്മൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അധികം പറയാതെ പോകുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഗുണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടും പറയാതിരിക്കുകയാണ്. ഏതായാലും ഈ നമ്മുടെ ഇന്നത്തെ കഥയമയിൽ നമ്മൾ അല്പം വേദാന്ത തീരത്തുകൂടിയാണ് സഞ്ചരിച്ചത്. അപ്പോൾ ഇത് ഒരുപാട് പേരൊന്നും ഇത് കേൾക്കുന്നുണ്ടാവത്തില്ല, നമുക്ക് ഒരുപാട് പേര് കേൾക്കണമെന്നില്ല. ഇത് നമ്മൾ ചിലപ്പോൾ വേദാന്തം, ആത്മീയത, ഇത്തരം കാര്യങ്ങൾ അതിനൊരു ലിമിറ്റഡ് ഗ്രൂപ്പ് കണ്ടാലും സന്തോഷമാണ്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടെ പോപ്പുലറായിട്ടുള്ള ആളുകൾക്കൊക്കെ രസകരമായി തോന്നുന്ന ഒരു വിഷയവുമായിട്ട് വരാം. ഇത് രസകരമായി തോന്നിയ എല്ലാവർക്കും നല്ല നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.